അതായത് തിരിച്ചടികൾ സംബന്ധിച്ചിപ്പോൾ ഡൽഹിയിലുള്ള നിർണായക യോഗങ്ങൾ അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കാണുന്നു, വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ നിർണായക കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഈ രാത്രിയിൽ മറ്റെന്തെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും നീക്കങ്ങൾ സംബന്ധിച്ചുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ബസന്ത്? പ്രതീക്ഷ ഇപ്പോൾ ആ തരത്തിലല്ല. പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടാകുന്നില്ല. അത്തരത്തിലൊരു നീക്കം ഇന്ത്യ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടുമില്ല. ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിനുള്ള പ്രതിരോധവും തിരിച്ചടിയും മാത്രമാണ്. അത് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതായത് ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കും എന്ന് ഇന്ത്യ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്നും ഇന്ത്യ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനമാണ്. അതിനെ തടയുകയും അതോടൊപ്പം തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഒരു ആക്രമണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർത്തതിലാണ്. പണ്ട് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴിയിരുന്ന പാകിസ്ഥാന് മുമ്പിൽ തെളിവുകൾ സഹിതം ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞു, ഇത് 9 ഭീകര ക്യാമ്പുകളാണ് ഞങ്ങൾ തകർത്തത്. മദ്രസയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ ഭീകര ക്യാമ്പുകൾ ഞങ്ങൾ തകർത്തെറിഞ്ഞു എന്ന് ഇന്ത്യ ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കിയതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് വന്നത്. അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഡ്രോൺ ആക്രമണം 400-ലധികം ഡ്രോണുമായി വന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ പൂർണ്ണമായും തടയുകയും തകർത്തെറിയുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ വീണ്ടും വെട്ടിലാകുന്നു. അതോടാണ് ഇന്ന് രാത്രി വീണ്ടും ചെറിയ തോതിലുള്ള ഒരു ആക്രമണം, അതായത് ഇന്നലെ രാത്രി ഉണ്ടായതുപോലെയുള്ള വലിയ തോതിലുള്ള ഒരു ആക്രമണമല്ല, ചെറിയ തോതിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. ബസന്ത്, പാകിസ്ഥാൻ ഇന്നലെ 400 ഡ്രോൺ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് ഒരു രാജ്യത്തിന് വേണ്ടി വരും? ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എത്തുമ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാനായി എന്നുള്ളത് നമുക്കറിയാം. അതിനിടയിലാണ് ഇന്ന് IMF-ൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത്. പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് നൽകുകയാണെങ്കിൽ അത് ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് നൽകാൻ വേണ്ടിയായിരിക്കുമെന്ന് ഇന്ത്യ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വെട്ടിലാകുന്നു. ഈ വോട്ടെടുപ്പിൽ ഇന്ത്യൻ നിലപാട് എങ്ങനെയാണ് അറിയിച്ചത്? IMF-ന്റെ ഇന്നത്തെ യോഗത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. പാകിസ്ഥാന് നിലവിൽ $1 ബില്യൺ പണം വായ്പ നൽകിയിട്ടുണ്ട്. അതിന് പുറമെ മറ്റേ റെസിലിയൻസ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഫണ്ട് $1.3 ബില്യൺ ഫണ്ട് നൽകാനുള്ള നീക്കത്തെയാണ് ഇന്ത്യ ഇന്ന് ശക്തമായി എതിർത്തത്. 2 കാര്യങ്ങളാണ് ഇന്ത്യ പറഞ്ഞത്. പ്രധാനമായും പാകിസ്ഥാൻ ഈ പണം IMF-ൽ നിന്നും മറ്റും വാങ്ങിക്കുന്നത് ഭീകരർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ പണം വാങ്ങിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഇരകളാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. 2, പാകിസ്ഥാൻ ഈ കഴിഞ്ഞ 4 തവണയായി തുടർച്ചയായി വായ്പ എടുക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പണം ഇനി നൽകരുത് പാകിസ്ഥാന് എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രതിഷേധം IMF-ന്റെ യോഗത്തിൽ ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നു. പാകിസ്ഥാന് ചിലപ്പോൾ $1 ബില്യൺ അല്ലെങ്കിൽ $1.3 ബില്യൺ നൽകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്.